കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ ആവാനായതുകൊണ്ട് ഇന്ന് ഞാൻ നല്ലൊരു പായസം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും ഒക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പായസമാണ് പ്രഥമൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പരിപ്പ് പ്രഥമൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ചെറുപയർ പരിപ്പിൻ്റെ. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാമെന്ന്. അതും ഭയങ്കര രുചിയായിട്ടുള്ള ഒരു പ്രഥമൻ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കടലപ്പരിപ്പ് വെച്ചിട്ട് പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് ഫിലിപ്സിൻ്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണ്. ഇത് ഞാനിപ്പോൾ അടുത്ത് വാങ്ങിച്ചൊരു മിക്സർ ഗ്രൈൻഡറാണ്. നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് അരി അരക്കാനും ജ്യൂസ് ഉണ്ടാക്കാനും മാത്രമല്ല, പച്ചക്കറികൾ അരിയാനും ചപ്പാത്തിക്ക് കുഴച്ചെടുക്കാനും മുട്ട ബീറ്റ് ചെയ്തെടുക്കാനും അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുള്ള ഒരു മിക്സർ ഗ്രൈൻഡറാണ്. ഞാൻ കുറച്ച് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ സാധാരണ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന 2 ജാറാണ് ഇത് വരുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലൂസായിട്ട് അരച്ചെടുക്കാൻ അല്ലെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റിയ ഒരു ജാറാണിത്. പിന്നെ വരുന്നത് ഈ ഒരു ജാറാണ് കേട്ടോ. ഇതിൽ നമുക്ക് പലതരം ഉപയോഗങ്ങളുണ്ട്. ഈ ഒരു ആട്ട നീഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അതുപോലെ ഈ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് തരം പച്ചക്കറികളും പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഈ ഒരു സിട്രസ് ജ്യൂസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 ബ്ലേഡ് ഇതിൽ കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് സവാളയൊക്കെ നീളത്തിൽ അരിയാനും അതേപോലെ പച്ചക്കറികളൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാനും അങ്ങനെ ഈ 2 ബ്ലേഡും മാറ്റി മാറ്റി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ സാധിക്കും. ഫിലിപ്സിൻ്റെ ഈ മിക്സർ ഗ്രൈൻഡർ 750 വാട്ട്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ മോട്ടോറിന് 5 വർഷത്തെ വാറൻറ്റിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിത് ഉപയോഗിക്കാനും ക്ലീൻ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് തേങ്ങാപ്പാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ തേങ്ങയാണ് ചിരകി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നുണ്ടാക്കുന്ന പായസത്തിന് അത്രയും അളവിന് 3 തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ചിരകി വെച്ച ഈ തേങ്ങ നമുക്ക് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഫിൽറ്റർ മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. അതിനുശേഷം ഈ തേങ്ങ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർക്കാം. ഒരു 1/3 കപ്പോ മറ്റോ മതി. കാരണം 1-ാം പാൽ എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. 1-ാം പാൽ നല്ല തിക്കായിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം ചേർക്കുക. ആദ്യം നമുക്ക് ഫിൽറ്ററിൻ്റെ അടപ്പ് അടച്ചതിന് ശേഷം ഈ ജാറിൻ്റെയും കൂടി അടപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഒരു 30-40 സെക്കൻഡ്സ് വരെ ഇങ്ങനെ അരക്കുമ്പോഴേക്കും നമുക്ക് നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ കിട്ടും. അതായത് 1-ാം പാൽ കിട്ടും, നല്ല ക്രീമി ആയിട്ടുള്ള പാല്. ഒരു 30-40 സെക്കൻഡ്സ് അരച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്കിത് പുറത്തേക്ക് എടുത്തിട്ട് ഇത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ ഫിൽറ്ററിൻ്റെ അടപ്പ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഈ മറ്റേ ജാറിലൂടെ പുറത്തേക്ക്, അതായത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഫിൽറ്ററിൻ്റെ അടപ്പ് അടച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും ഒന്നുകൂടി എളുപ്പം. ഇനിയിപ്പോൾ തുറന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, തേങ്ങ പുറത്തേക്ക് വരാതെ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ 1-ാം പാൽ കുറച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1/3 ഭാഗം തേങ്ങ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് 2-ാം പാൽ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം 1 കപ്പിലധികം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2-ാം പാൽ അധികം കട്ടി വേണമെന്നില്ലല്ലോ, അതുകൊണ്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ 2-ാം പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-ാം പാൽ കൂടുതൽ വെള്ളം ഒഴിച്ചതുകൊണ്ട് കൂടുതൽ പാലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ബാക്കി വന്ന തേങ്ങാപ്പീര ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വെള്ളം ചേർത്ത് അടിച്ചിട്ട് 3-ാം പാൽ എടുക്കാം. പക്ഷേ 3-ാം പാൽ എടുക്കുന്ന സമയത്ത് വളരെ നേരിയ പാലായിരിക്കും. നമ്മുടെ പായസത്തിന് അത് ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ 1-2 പാലും മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ മുഴുവൻ തേങ്ങ ഉപയോഗിച്ചിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, 1-ാം പാൽ നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും തിക്കായിട്ട് വേണം 1-ാം പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിന്നിവിടെ 2 കപ്പ് കടലപ്പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഈ 2 കപ്പ് കടലപ്പരിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 തേങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പരിപ്പ് നമുക്ക് ആദ്യം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതേപോലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രൈനറിലിട്ട് വെക്കാം. ഒരു 3-4 മിനിറ്റ് വെക്കുമ്പോഴേക്കും ഇതിലെ വെള്ളം മുഴുവൻ അങ്ങ് പോയി കിട്ടും. ആ സമയത്ത് നമുക്ക് ഈ കടലപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം, അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം.
ഈ നെയ്യിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങൾ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് പ്രഥമൻ്റെ കൂടെ അതിൽ ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാ കഷ്ണങ്ങൾ. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഈ തേങ്ങാ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കൊപ്രയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സാധാരണ തേങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, രണ്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഫ്രൈ ചെയ്ത തേങ്ങാ കഷ്ണങ്ങൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. കശുവണ്ടിയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. എന്നിട്ട് അതും പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരിയും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഫ്രൈ ചെയ്ത് ഒരുമിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഈ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മൾ കഴുകി വെള്ളം കളഞ്ഞെടുത്ത കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുക്കുക. കടലപ്പരിപ്പ് വറുത്തിട്ട് പ്രഥമൻ ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്കൊരു പച്ച ചുവ പോലെ തോന്നും. അതുകൊണ്ട് വറുത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 4-5 മിനിറ്റ് ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അങ്ങനെ നമ്മുടെ കടലപ്പരിപ്പ് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ കടലപ്പരിപ്പും പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 4 കപ്പ് വെള്ളം ചേർക്കാം. 2 കപ്പ് കടലപ്പരിപ്പിന് 4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അതിനുശേഷം ഈ പ്രഷർ കുക്കർ നമുക്ക് അടുപ്പത്തേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 5-6 വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കാം. അറിയാലോ, കടലപ്പരിപ്പിന് കുറച്ചധികം മറ്റുള്ള പരിപ്പിനേക്കാളും കുറച്ചധികം വേവ് ഉണ്ടാവും. അതുമാത്രമല്ല നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഒന്നുകൂടി കുറച്ച് വേവ് അധികം ഉണ്ടാവും. അതുകൊണ്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് ഈ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ 3/4 കിലോഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, അതായത് വെല്ലം. അപ്പോൾ ഈ വെല്ലത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വെള്ളവും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ശർക്കര മുഴുവനൊന്ന് മെൽറ്റായിട്ട് വരണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര മുഴുവൻ മെൽറ്റായി കഴിഞ്ഞു. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ശർക്കര മുഴുവനായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് ഈ ശർക്കരപ്പാനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഒരു 5-6 വിസിലിന് ശേഷം ഞാൻ ഈ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എയറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇതിൻ്റെ വെയിറ്റ് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് നല്ലോണം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പായസത്തിൻ്റെ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം. ഇത് കണ്ടില്ലേ, നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ടായ കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്. നമ്മൾ പായസം കുടിക്കുന്ന സമയത്ത് ചെറിയൊരു കടി ഉണ്ടാകുന്നത് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് അങ്ങ് അടിച്ചിട്ടില്ല, ഒരുവിധം നന്നായിട്ട് അടിച്ചെടുത്തു. അപ്പോൾ ആദ്യം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കരപ്പാനി നല്ല അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച കടലപ്പരിപ്പും കൂടി ഇതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് കടലപ്പരിപ്പും ശർക്കരയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് വരെ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ ശർക്കരയും കടലപ്പരിപ്പും ഒന്നിച്ച് വെന്ത് നല്ല പാകമായിട്ട് വരണം. ആ ശർക്കരയുടെ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ആ സമയമാകുമ്പോഴേക്കും നല്ല പോലെ ഒരു 20 മിനിറ്റ് സമയം നല്ല പോലെ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2ാം പാലാണിത്. ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. 2ാം പാൽ മുഴുവനും ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 2ാം പാൽ ചേർത്തിട്ട് വീണ്ടും പായസം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ട് കുറച്ചധികം സമയം ഈ 2ാം പാലിലൊന്ന് വേവിച്ചെടുക്കണം. വീണ്ടും ഒരു 15-20 മിനിറ്റ് വരെ ഈ 2ാം പാലിൽ കിടന്നിട്ട് നമ്മുടെ പായസം നല്ലോണം ഒന്ന് വെന്ത് വരണം. ഒരല്പം ഒന്ന് വറ്റിയിട്ടും വരണം. നേരത്തെ അത്രയും വറ്റണ്ട, എന്നാലും കുറച്ചൊന്ന് തിക്കായിട്ട് വരണം. ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, തുടർച്ചയായിട്ടൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് ഒന്നുകൂടി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ചുക്കുപൊടി, അതായത് ഇഞ്ചിയുടെ പൗഡർ ചേർത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഓരോ പൊടിയും ചേർക്കുന്തോറും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടികൾ കട്ട പിടിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർക്കാം. ഈ 3 പൊടികളും പ്രഥമനിൽ ചേർത്ത് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പ്രഥമൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ പൊടികൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പായസം അത്യാവശ്യം നല്ല തിക്കായി മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള 1-ാം പാലാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ 1-ാം പാല് നമുക്ക് പായസത്തിലേക്ക് ചേർക്കാം. ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്ര തിക്കായിട്ടാണ് ഈ പാലിരിക്കുന്നതെന്ന്. അങ്ങനെ വേണം 1-ാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ പായസത്തിൻ്റെ രുചി കൂടുന്നത്. അപ്പോൾ 1-ാം പാൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. 1-ാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1-ാം പാൽ ചേർത്തിട്ട് തിളപ്പിക്കാൻ നിൽക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി, അങ്ങ് തിളച്ച് വരണ്ട. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കാച്ചി ഒഴിക്കുന്നൊന്നുമില്ല. ഇങ്ങനെ നെയ്യ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇതേപോലെ നെയ്യ് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു നെയ്യിൻ്റെ ഫ്ലേവർ നമുക്ക് കുടിക്കുന്ന സമയത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടലപ്പരിപ്പ് പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള വളരെ രുചിയേറിയ കടലപ്പരിപ്പ് പ്രഥമൻ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓണാവുന്ന സമയത്ത് നിങ്ങളെല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്